10 ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ശനിയാഴ്ച കൊടിയേറും. ക്ഷേത്രത്തിൽ രാവിലെ നടക്കുന്ന ആനയില്ലാ ശീവേലിക്കും ഉച്ചകഴിഞ്ഞ് 3-ന് നടക്കുന്ന ആനയോട്ടത്തിനും ശേഷം രാത്രിയിലാണ് കൊടിയേറ്റം. സ്വർണ്ണധ്വജത്തിൽ സപ്തവർണ്ണക്കൊടി ഉയരുന്നതോടെ ഗുരുഭവനപുരി ഉത്സവലഹരിയിലാകും. ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്തെ അനുസ്മരിക്കുന്നതിന് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കാറുള്ള ചടങ്ങുകളാണ് ആനയില്ലാ ശീവേലിയും ആനയോട്ടവും. രാവിലെ ശീവേലിക്ക് ശാന്തിയേറ്റ് കീഴ്ശാന്തി നമ്പൂതിരി ഭഗവാന്റെ തിടമ്പ് മാറോട് ചേർത്ത് പിടിച്ച് കുത്തുവിളക്കിന്റെയും വാദ്യത്തിന്റെയും അകമ്പടിയിൽ നടന്ന് ശീവേലി പ്രദക്ഷിണം പൂർത്തിയാക്കിയാണ് ആനയില്ലാ ശീവേലി നടത്തുക. ഉച്ചകഴിഞ്ഞ് 3-നാണ് ആനയോട്ടം. ദേവസ്വത്തിന്റെ 10 ആനകൾ ആനയോട്ടത്തിൽ അണിനിരക്കും. മുന്നിൽ നിൽക്കുന്ന 3 ആനകളാണ് ഓടുന്നത്. ആദ്യം ഓടിയെത്തി ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും. സന്ധ്യയ്ക്ക് 6:30-ന് കൊടിയേറ്റ ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം തന്ത്രിക്ക് കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നടത്തും. തുടർന്ന് മുളയറയിൽ ധാന്യങ്ങൾ വിതച്ച് മുളയിടും. സപ്തവർണ്ണ കൊടിക്കൂറയിലേക്ക് ദേവചൈതന്യം സന്നിവേശിപ്പിച്ചതിനു ശേഷം കുംഭത്തിലെ പൂയം നാളിൽ തന്ത്രി കൊടിയേറ്റം നടത്തും. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും രാവിലെ ഭഗവത് പ്രസാദമായി കഞ്ഞിയും പുഴുക്കും നൽകും. ദിവസവും കാഴ്ചശീവേലിക്ക് പ്രഗത്ഭരുടെ മേളം അകമ്പടിയാകും. രാത്രിയിൽ ശ്രീഭൂതബലിക്ക് ഗുരുവായൂരപ്പനെ വടക്കേ നടയിൽ എഴുന്നള്ളിച്ചു വയ്ക്കും. പഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഗുരുവായൂരപ്പന് മുന്നിൽ തായമ്പക അവതരിപ്പിക്കാൻ തുടക്കക്കാർ മുതൽ പ്രഗത്ഭർ വരെയെത്തും. ദിവസവും 3 തായമ്പകയാണുണ്ടാവുക. മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിലും 2 താൽക്കാലിക സ്റ്റേജുകളിലുമായി വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറും. കൊടിയേറ്റത്തിന് ശേഷം കലാമണ്ഡലത്തിന്റെ കഥകളിയോടെയാണ് കലാപരിപാടികൾ ആരംഭിക്കുക. ഭക്തിയും ഭക്ഷ്യസമൃദ്ധിയും കലാമേള ആസ്വാദനവുമായി ഇനിയുള്ള ദിനങ്ങളിൽ ഭക്തർക്ക് ഉത്സവലഹരിയിലാകും. 8-ന് പള്ളിവേട്ടയും 9-ന് ആറാട്ടിന് ശേഷം കൊടിയിറക്കത്തോടെ ഉത്സവത്തിന് സമാപനമാകും.